സിക്സ് സെം ഓൺലൈൻ ട്യൂഷൻ്റെ ക്ലാസ് 13 ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് 1 ആണ്. ടോട്ടലി മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് 1ഉം 2ഉമായിട്ട് 15 യൂണിറ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് 1ൻ്റെ യൂണിറ്റ് 1 നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത നഴ്സിംഗ് മാനേജ്മെൻറ്റിലോട്ട് പോകുന്നില്ല, പകരം മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിൻ്റെ തന്നെ അടുത്ത യൂണിറ്റ് പഠിക്കുകയാണ്. കാരണം മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിന് ഒരുപാട് ചാപ്റ്ററുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് കൂടുതൽ ഒരേ സമയം ഫിനിഷ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ് സിലബസ്. ഇത്രയും വലിയൊരു ചാപ്റ്ററാണ് നിങ്ങളുടെ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് ഈ ഒരു യൂണിറ്റ് 2. അപ്പോൾ ഈ ഒരു സിലബസ് ആദ്യം ഞാനൊന്ന് നിങ്ങൾക്ക് വായിച്ച് പറയാം. പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. അതിലാദ്യം നിങ്ങൾ എന്താണ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, അതിനെക്കുറിച്ചുള്ള ഡെഫിനിഷനും കുറച്ച് ടെർമിനോളജീസ് ഒക്കെ അറിയേണ്ടതുണ്ട്. ആക്ച്വലി എൻ്റെ ഒരു സജഷൻ, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ടെർമിനോളജീസ് പഠിക്കുന്നതിനേക്കാളും നമ്മുടെ ഡിസീസ് കണ്ടീഷൻസ് തുടങ്ങുമ്പോൾ അവിടെ ഓരോ ചാപ്റ്ററിൽ ഓരോ ഡിസീസ് കണ്ടീഷൻസ് പഠിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ടെർമിനോളജീസ് അവിടെ മീനിങ് പഠിച്ചു പോകുന്നതായിരിക്കും കുറച്ചുകൂടി യൂസ്ഫുൾ. അപ്പോൾ ഇവിടെ ഞാൻ നോട്ടിനകത്ത് നിങ്ങൾക്ക് ടെർമിനോളജീസ് എല്ലാം തരുന്നുണ്ട്, ക്ലാസ്സിൽ കുറച്ച് ടെർമിനോളജീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരുപാട് സമയം ആ ടെർമിനോളജിക്ക് വേണ്ടിയിട്ട് കളയണ്ട, കാരണം നിങ്ങൾ ഇപ്പോൾ പഠിച്ചാലും അത് മറന്നു പോകും. പകരം നിങ്ങൾ ഡിസീസ് കണ്ടീഷൻസ് പഠിക്കുമ്പോൾ അവിടെ അതിനൊപ്പം എന്താണ് ആ ഓരോ ടെർമിനോളജീസിൻ്റെ മീനിങ് എന്ന് മനസ്സിലാക്കി പഠിച്ചാൽ കുറച്ചുകൂടെ ഒന്ന് ഓർത്തിരിക്കാൻ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കാം. അതുകൂടാതെ ഇവിടെ സെക്കൻഡ് പാർട്ട് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്. ഇത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് യൂണിറ്റ് പഠിപ്പിച്ചപ്പോൾ, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് ഫസ്റ്റ് യൂണിറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഓൾറെഡി അതെല്ലാം പഠിച്ച് കഴിഞ്ഞതാണ്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിവ്യൂ ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിഫൻസ് മെക്കാനിസം. സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു ക്ലാസ് തരാം, കാരണം ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ഡിഫൻസ് മെക്കാനിസംസും നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ സൈക്കോളജി പഠിച്ചപ്പോൾ അവിടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 ടോപ്പിക്കും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ഡിഫൻസ് മെക്കാനിസം സെപ്പറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് സെമ്മിൽ തന്നെ എടുത്ത ക്ലാസ്സുകളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. പിന്നെ ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഇവിടെ നിന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവയിൽ പലതും റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ റിവ്യൂ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി എന്താണ്, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പേഴ്സണാലിറ്റിയുടെ തിയറീസ്, ഇതൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വീണ്ടും ഇപ്പോഴും സൈക്കാട്രിയിലും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും കേട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചവരായതുകൊണ്ട് ഞാൻ ആ പഴയ ക്ലാസ് നിങ്ങൾക്ക് തരാം. അതുപോലെ തന്നെ ഡിഫൻസ് മെക്കാനിസവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് സെമ്മിൽ നിങ്ങളുടെ സൈക്കോളജിയിൽ ഡിഫറൻസ് ബിറ്റ്വീൻ റിപ്രഷൻ, സപ്രഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലേ എക്സാമിന്. അതുപോലെ തന്നെ 10 മാർക്കിൻ്റെ എക്സാമിനും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും എക്സാമിന് ഡിഫൻസ് മെക്കാനിസം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവ ഓരോന്നും എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, അതിന് എക്സാമ്പിൾ എന്താണെന്നുള്ള അറിഞ്ഞിരിക്കണം. ഇതും എക്സാമിന് ചോദിക്കാവുന്നതാണ്. അത് അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നില്ല, എന്നാൽ പോലും അതിൻ്റെ മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള പോർഷനിൽ ഈ ഒരു 3 സെക്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ 2 മാർക്കിനും റെയറായിട്ടെന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് 5 മാർക്കിനും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതും കുറേ വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പോൾ അങ്ങനെ അധികമായിട്ട് ഈ ഒരു ഡിസീസ് ക്ലാസിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നില്ല, എന്നാലും അത് അറിഞ്ഞിരിക്കണം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തന്നതാണ്. ഇനി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പഴയ ടോപ്പിക് ആണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. അതിൻ്റെ ഓരോ തിയറീസ്, എറിക്സ്, സൈക്കോളജി സോഷ്യൽ ഡെവലപ്മെൻറ്റ്, പിന്നെ അതുപോലെ സൈക്കോ അനലിറ്റിക്കൽ തിയറി, ഇതെല്ലാം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നോക്കി വയ്ക്കുക. നെക്സ്റ്റ് സൈക്കോ സോഷ്യോ ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ബയോളജിക്കൽ ഫാക്ടേഴ്സും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും സോഷ്യൽ ഫാക്ടേഴ്സും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പലതവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സൈക്യാട്രി. ഇത് കഴിഞ്ഞാൽ അടുത്തൊരു ടോപ്പിക്, ഇതും നമ്മൾ ഇവിടെ പഠിക്കുന്നില്ല, കാരണം ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അനാട്ടമി ആൻഡ് ഫിസിയോളജി, സൈക്കോപെത്തോളജി ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് അറിയണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം, അല്ലേ, നമ്മുടെ മനസ്സും ശരീരവും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് എവിടെയാണ് കാണപ്പെടുന്നത്, നമ്മുടെ ബ്രെയിനിലാണ്, അല്ലേ. നമുക്കങ്ങനെ മനസ്സെന്ന് പറഞ്ഞൊരു ഓർഗൻ അവിടെ ഇല്ല, അതൊരു പ്രോസസ്സ് മാത്രമാണ്, അതൊരു സങ്കല്പം മാത്രമാണ്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ബ്രെയിനും നെർവസ് സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ മൈൻഡ് പ്രവർത്തിക്കുന്നത്. സോ അതുകൊണ്ട് അവിടെ ബ്രെയിൻ എന്താണ്, ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ലിംബിക് സിസ്റ്റം എന്താണ്, ന്യൂറോൺസ് എന്താണ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താണ്, ന്യൂറോൺ ട്രാൻസ്മിഷൻ എന്താണ്, അതിൻ്റെ അബ്നോർമൽ ന്യൂറോ ട്രാൻസ്മിഷൻ എന്താണ്, ഇതിനെക്കുറിച്ചൊരു
ഒരു ചെറിയൊരു ഐഡിയ. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ പഠിച്ചിട്ടുണ്ട്, ബ്രെയിനും ന്യൂറോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ചൊക്കെ. അതുകൂടാതെ സൈക്കോളജിയിലും ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ പോലും നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു നോട്ട് വളരെ ഷോർട്ടായിട്ടുള്ള, അതായത് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വലിയൊരു ചാപ്റ്ററാണ്, അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണ്ട, ജസ്റ്റ് ഒരു ക്വിക്ക് ഐഡിയ മാത്രം മതി. എന്നാൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ അനാട്ടമിയോ ഫിസിയോളജിയോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് വരത്തില്ല. എന്നാലും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടി ഒരു ഷോർട്ട് നോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് അതിലൂടെ ഒന്ന് വായിച്ചു പോവുക. ഓക്കെ, ഇത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന നെക്സ്റ്റ് സെഷനിലോട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഹിസ്റ്ററി അങ്ങനെ ഒരുപാട് നിങ്ങൾ സമയമെടുത്ത് പഠിക്കേണ്ട, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. സപ്പോസ് 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്തായിട്ടും വന്നാൽ, അതായത് ECT എന്നാണ് വന്നത്, നിമാൻസ് എന്നാണ് ഫോം ചെയ്തത്, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺസിനെ വെച്ച് എന്തെങ്കിലും ചോദിച്ചാൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ മാത്രം എഴുതാൻ വേണ്ടി ജസ്റ്റ് വായിച്ചു പോയാൽ മതി, അല്ലാതെ കൂടുതൽ കാണാതെ പഠിക്കേണ്ട. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പിൾസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 10 മാർക്ക് ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇതിൽ ഏത് രീതിയിൽ കൂടുതലും 10 മാർക്കിനും 5 മാർക്കിനുമായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈക്യാട്രിക് നഴ്സ്, മെൻ്റൽ ഹെൽത്ത് നഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, ക്വാളിറ്റീസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സ്, ഫങ്ഷൻസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സ്, റോൾ ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സ്, ഇതും റിപ്പീറ്റഡ് ആയിട്ട്, ഇത് 3ഉം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3ഉം എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, അതും ഓർത്തിരിക്കുക. അടുത്തുള്ളത് സ്റ്റാൻഡേർഡ്സ്, പ്രാക്ടീസ് സ്റ്റാൻഡേർഡ്സ് ഫോർ സൈക്യാട്രിക് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് സൈക്യാട്രിക് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞാൽ കൺസെപ്ച്വൽ മോഡൽസ് ആൻഡ് റോൾസ് ഓഫ് നഴ്സ്, അതായത് പലതരത്തിലുള്ള മോഡൽ, എക്സിസ്റ്റൻഷ്യൽ മോഡൽ, സൈക്കോ അനലിറ്റിക്കൽ മോഡൽ, ബിഹേവിയർ മോഡൽ, ഇന്റർപേഴ്സണൽ മോഡൽ. ഇവയിൽ ഏത് മോഡൽ വേണമെങ്കിൽ, കൂടുതലും സൈക്കോ അനലിറ്റിക്കലും ഇന്റർപേഴ്സണലും, പിന്നെ ഇത് കൂടാതെ 1-2 മോഡലുകളും ഉണ്ട്. അതൊക്കെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് 5 മാർക്കിന് ചോദിക്കാം. അതല്ലെങ്കിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ടായിട്ടും ചോദിക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞാൽ ഈ ഒരു മോഡലുകളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് നോക്കേണ്ടത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, എന്നാൽ പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, 5 മാർക്കിന് വന്നിട്ടുള്ളതാണ്, പ്രിവെൻറ്റീവ് സൈക്യാട്രി ആൻഡ് റീഹാബിലിറ്റേഷൻ. അതായത് നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിൽ ഫസ്റ്റ് സെമ്മിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ 5th സെമ്മിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ പഠിച്ചത് എന്താണ്, നമ്മുടെ ഹോസ്പിറ്റൽസിലുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ നോർമൽ പബ്ലിക്കിന് എങ്ങനെയാണ് പ്രിവെൻറ്റീവ് കെയർ കൊടുക്കേണ്ടത്, ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എങ്ങനെയാണ്, പ്രിമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷ്യറി പ്രിവെൻഷൻ, അവയും അതിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മളവിടെ പഠിച്ചു. അതേ സെയിം ആസ്പെക്റ്റിൽ തന്നെ സൈക്യാട്രിയിൽ എങ്ങനെയാണ് പ്രിവെൻറ്റീവ് കെയർ വരുന്നത്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി പ്രിവെൻഷൻ. അതിൽ ടെർഷ്യറി പ്രിവെൻഷനിലെ റീഹാബിലിറ്റേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു റീഹാബിലിറ്റേഷൻ മാത്രമായിട്ട് പോലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു സെക്കൻഡ് പോർഷനാണ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു പോർഷനാണ്. ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, പിന്നെ റോൾസ് ഓഫ് സൈക്യാട്രി നഴ്സ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സൈക്യാട്രി നഴ്സ്, ഫങ്ഷൻസ് ഓഫ് സൈക്യാട്രി നഴ്സ്, ക്വാളിറ്റീസ് ഓഫ് സൈക്യാട്രി നഴ്സ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ സ്റ്റാൻഡേർഡ്സ് ഓഫ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഫോർ സൈക്യാട്രിക് ഓർ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. പിന്നെ ഉള്ളത് കൺസെപ്ച്വൽ മോഡൽസ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. കൂടാതെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി തിയറീസിൽ നിന്നും റെയർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക്, ശ്രീവാണി ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പോർഷൻസ് എല്ലാം പഠിക്കുന്നത്. കുറച്ച് പോർഷൻസ് മാത്രം ഷോർട്ട് നോട്ട്സ് നിന്നായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, ഇതാണ് 2ാമത്തെ യൂണിറ്റ് ശ്രീവാണി ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ആൻഡ് കൺസെപ്റ്റ്സ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. ഇതിൽ കുറച്ച് ടോപ്പിക്സ് എല്ലാം നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് പോർഷൻസ് മാത്രം നമുക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തരും, അത് മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊന്നും നമുക്ക് ജസ്റ്റ് വായിച്ചു വിടാം. ഇവിടെ ഇതിൽ ആദ്യത്തെ പോർഷൻ പറയുന്നത് ഹെൽത്ത് എന്താണ്, പിന്നെ സൈക്യാട്രി എന്താണ്, സൈക്യാട്രിക് നഴ്സിംഗ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, നഴ്സിംഗ് ആയിട്ടും ചൈൽഡ് സൈക്യാട്രിക് നഴ്സിംഗ്,
ജെറണ്ടോളജിക്കൽ ആൻഡ് ജീറിയാട്രിക് നഴ്സിംഗ്, ഡി അഡിക്ഷൻ നഴ്സിംഗ്, ന്യൂറോ സൈക്യാട്രിക് നഴ്സിംഗ്, കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, ഇതുപോലെ അഡ്വാൻസ്ഡ് റൂട്ടുകൾ ഒരുപാട് ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്യാട്രിക് നഴ്സിംഗ് ആണ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, 10 മാർക്ക് എസ്സേ ടോപ്പിക്. ഓക്കെ, 10 മാർക്ക്, 5 മാർക്ക്, 2 മാർക്ക്. 2 മാർക്കിന് റെയറാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പ്രിൻസിപ്പിൾസ്, ഈവൻ നമ്മൾ ആ മെയിൻ ഹെഡിങ് മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്താൽ പോലും ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ട് 2 മാർക്കിന് പ്രതീക്ഷിക്കേണ്ട. 10 മാർക്കിനും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്യാട്രിക് നഴ്സിംഗ്. അപ്പോൾ നമ്മൾ അത് ഇന്ന് പഠിക്കുന്നില്ല, അടുത്ത ക്ലാസ്സിലാണ് നമ്മളത് പഠിക്കാൻ പോകുന്നത്.